മുഖത്തിൻ്റെ സൗന്ദര്യത്തെ പോലെ നമുക്ക് വളരെയധികം കെയർ ചെയ്യേണ്ടതാണ് നമ്മുടെ മുടിയുടെ കാര്യത്തിനു വേണ്ടി. മുടിയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട്. മുടിയിലുണ്ടാകുന്ന നരയാണെങ്കിലും മുടി കൊഴിച്ചിലാണെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഡാൻഡ്രഫ് ഒക്കെ ആണെങ്കിലും മുടി കിളിക്കാതൊക്കെ ഇരിക്കുന്നത് കാരണത്താലൊക്കെ നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാവാറുണ്ട്. ഇനി നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ ഈ പറയുന്ന കാര്യം ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടിയിൽ ഉണ്ടാകുന്ന എന്ത് തന്നെ പ്രശ്നങ്ങളെയും മാറ്റി മുടി നല്ല പോലെ വേരിൽ നിന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. വെറും 4 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന ഒരു മാറ്റമാണ് ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് കിട്ടുന്നത്. തേയിലവെള്ളത്തിൻ്റെ കൂടെ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ചേർത്ത് നിങ്ങളുടെ മുടിയിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഞെട്ടിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. എൻ്റെ സലൂണിൽ ഞാൻ ചെയ്തു കൊടുത്ത കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ സലൂണിൽ വരുന്ന പലർക്കും അവരുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയതും മുടിയിലെ നരയൊക്കെ മാറ്റിയത് ഈ ഒരു കാര്യം കൊണ്ടാണ്. അവർ 4 ദിവസമൊക്കെ തുടർച്ചയായിട്ട് അവരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇടയിൽ പലർക്കും സമയമില്ലാത്തവരുണ്ട്. ജോലി തിരക്കൊക്കെ കൊണ്ട് മുടിക്കൊന്നും ഇതുപോലെ 4 ദിവസം തുടർച്ചയായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഇതിനു വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഇപ്പം മുടിയിലെ ആ ഒരു നാച്ചുറൽ കളർ ഉണ്ടല്ലോ, നാച്ചുറൽ ബ്ലാക്ക് കളറ് പോയിട്ടാണ് നമുക്ക് നര വരുന്നത്. അത് ചിലപ്പം വേരിൽ നിന്നുണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ പല അശ്രദ്ധ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പല തെറ്റുകൾ കൊണ്ടും നമ്മുടെ മുടിയിലൊക്കെ നര വന്ന് ചേരുന്നതൊക്കെ. കാരണം നമ്മുടെ മുടിയിലെ നാച്ചുറൽ ആ ഒരു ബ്ലാക്ക് കളർ നശിച്ച് പോയിട്ട് അത് വീണ്ടെടുക്കുകയാണ് നമ്മൾ ഈ ഒരു പാക്കിലൂടെ ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇപ്പം മുടിയിൽ എന്ത് കുറവുണ്ടെങ്കിലും അത് കുറവിനെയൊക്കെ മാറ്റിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ മുടിക്ക് നല്ല പോലെ ഒരു ആരോഗ്യത്തോടുകൂടി വളരാനും മുടിയിലുണ്ടാകുന്ന എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ ഈ ഒരു പാക്കിലൂടെ, ഇതൊരു പാക്ക് വിത്തൊരു താളിയാണ്, അതിലൂടെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങളിപ്പം 4 ദിവസം തുടർച്ചയായി ചെയ്തില്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഒരാഴ്ചയിൽ നിങ്ങൾ 1 പ്രാവശ്യമെങ്കിലും ചെയ്യുകയാണെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് മാറ്റം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് മാറ്റം കണ്ടെത്തിയതിന് ശേഷം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി. പിന്നീട് ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ട ഒരാവശ്യവും വരില്ല. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഇനി ഞാൻ ഈ പറയുന്ന ഈ ഒരു പാക്ക് നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കൂ. എന്തായാലും നമുക്ക് ആ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിനെന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അത് നമുക്കൊന്ന് തയ്യാറാക്കുന്നതൊന്ന് കണ്ടു നോക്കിയാലോ. വെറും 4 ദിവസം കൊണ്ട് ഞെട്ടിക്കുന്ന റിസൾട്ട് നൽകുന്ന കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ തരം പ്രശ്നങ്ങളെയും മാറ്റി മുടി നല്ലതുപോലെ വളർത്താനും മുടിയിലെ നര മാറ്റാനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിനെന്തൊക്കെ വേണം എന്നുള്ളത് പറയാം. ഞാനിവിടെ ഒരു ബൗള് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ഒരു വലിപ്പത്തിലുള്ള ഒരു സ്റ്റീൽ ബൗള് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ നല്ല സ്ട്രോങ് കടിഞ്ചായ വേണം. ഞാനിപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, 1 കപ്പായിരുന്നു. അത് നല്ല പോലെ തേയിലയൊക്കെ ഇട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു തേയിലയുടെയൊക്കെ സത്ത് ഇറക്കിയിട്ട് 1/2 കപ്പ് കടിഞ്ചായ ആയിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. ഇപ്പം തേയില ഇടേണ്ട അളവെന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ 1 കപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു നല്ല പോലെ തേയിലയുടെയൊക്കെ സത്ത് ഇറക്കിയിട്ട് 1/2 കപ്പാവും. അര കപ്പ് കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ആ ഒരു ഹെയർ പാക്ക് വിത്ത് താളിയാണ്. ഇത് എല്ലാ ആഴ്ചയിലും നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുടിയുടെ നര മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഡാൻഡ്രഫ് ഇല്ലാതാക്കാനും ഒക്കെ സാധിക്കും. ഇതൊരു താളിയാണ്. അതായത് പണ്ടുള്ള കാലത്ത് മുടിക്ക് വേണ്ടി മുടിയുടെ കോശങ്ങളൊക്കെ നശിച്ചു പോയതിനെ വീണ്ടെടുക്കാനും ഒക്കെ സഹായിച്ച ഒരു കാര്യമാണ്. പണ്ട് തലമുറകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ഒരു കാര്യം ഞാനിവിടെ ഉണ്ടാക്കുന്നത് പുറത്തു നിന്നിപ്പം ഓൺലൈൻ ത്രൂ മേടിച്ചിട്ടുള്ള പൊടികൾ വെച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും പറമ്പിലും ഒക്കെ ചെമ്പരത്തി പൂവും മൈലാഞ്ചി ഇലയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകും. ഇപ്പം എനിക്കിവിടെ കിട്ടാത്തത് കൊണ്ടാണ് അതിൻ്റെയൊക്കെ പൗഡർ ഞാൻ എടുക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പം ഇല എടുക്കുന്ന സമയത്താണെങ്കിൽ മൈലാഞ്ചി ഇലയാണെങ്കിൽ 1 പിടി, നമ്മൾ ഈ ഒരു പിടി പിടിക്കത്തില്ല, ഈ ഒരു പിടി മൈലാഞ്ചി ഇല വേണം.
ചെമ്പരത്തിപ്പൂവാണെങ്കിൽ ഒരു 5 ചെമ്പരത്തിപ്പൂവും 10 ഇലകളും വേണം, കിളുന്ന ഇലകളും വേണം. അതെല്ലാം കൂടി നല്ലപോലെ കഴുകിയിട്ട് വെള്ളമൊക്കെ തോർന്നതിന് ശേഷം ഈ നമ്മളിപ്പം എടുത്തു വെച്ചിരിക്കുന്ന കടിഞ്ചായ വെള്ളം ഉണ്ടല്ലോ, ആ കടിഞ്ചായ വെള്ളം വെച്ചിട്ട് അത് അരച്ചെടുക്കണം. അത് അരച്ചെടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ചേർത്താൽ മതി. എനിക്കിവിടെ മൈലാഞ്ചി ഇല ഒന്നും കിട്ടാത്തത് കൊണ്ടും ഒക്കെയാണ് ഞാനിവിടെ പൊടി എടുക്കുന്നത്. ഇപ്പോൾ ഈ പൊടിയൊക്കെ നിങ്ങൾക്കിപ്പം ഇലയൊന്നും കിട്ടുന്നില്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ നിങ്ങളും പൊടി ഓൺലൈൻ ത്രൂ മേടിച്ചാൽ മതി. വളരെ തുച്ഛിതമായിട്ടുള്ള എമൗണ്ടേ ഉള്ളൂ. ഇപ്പം ചെമ്പരത്തിപ്പൂവിൻ്റെ ആണെങ്കിലും ഹെന്നാന്ന് വെച്ചാൽ നമ്മുടെ മൈലാഞ്ചി ഇലയാണ്, അതൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും ഓൺലൈൻ ത്രൂ. ഞാനിവിടെ എടുത്തിരിക്കുന്നതെല്ലാം മേടിച്ചതാണ് പുറത്തു നിന്ന്. ഇപ്പം വീട്ടിൽ ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിപ്പം അത്രയും ഉണ്ടാക്കിയാലും ബാക്കി 2 കാര്യങ്ങൾ നമ്മൾ പുറത്തു നിന്ന് മേടിക്കണം. ആ 2 കാര്യങ്ങൾ ഞാൻ പറയാം എന്തൊക്കെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് മുടിയിലുണ്ടാവുന്ന എല്ലാ തരം പ്രശ്നങ്ങളെയും മാറ്റാൻ സാധിക്കും. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സ്റ്റീൽ പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ചെമ്പരത്തിയുടെ പൊടി മേടിച്ചത് 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂണാണ്. ഏത് വേണമെങ്കിലും ഇപ്പോൾ ഓൺലൈൻ അന്വേഷിക്കുകയാണെങ്കിൽ പലതരം കമ്പനിയുടേത് കിട്ടും. നിങ്ങൾ റിവ്യൂ നോക്കിയിട്ട് മേടിച്ചാൽ മതി. അതിനകത്ത് കമൻറ്റൊക്കെ ആൾക്കാർ മേടിച്ചതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മേടിയത് നല്ലതാണ് നമുക്ക് കേട്ടോ. ഞാനിപ്പം പലപ്പോഴായിട്ട്, കാരണം എനിക്കിവിടെ കിട്ടാത്തതുകൊണ്ട് ഓൾറെഡി ഞാൻ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൊക്കെ മേടിക്കുന്നത് ഓൺലൈൻ ത്രൂ ആണ്. 1 ടേബിൾ സ്പൂണാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു പൊടി എടുത്തിരിക്കുന്നത്. പിന്നെ ഇനി ഞാൻ എടുക്കുന്ന അടുത്തതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെന്ന പൗഡറാണ്. ഹെന്ന പൗഡർ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ വേണം. 3 ടേബിൾ സ്പൂൺ. ഓക്കെ, 3 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർത്തിട്ടുണ്ട്. ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ചേർക്കുന്നത്, നമ്മളിപ്പം മറ്റേത് അരച്ചിട്ടുണ്ടെങ്കിലും അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കി ചേർക്കണം. അതെന്താണെന്നുള്ളത് പറയാം. ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടിയിലുണ്ടാകുന്ന നരയെ മാറ്റാനും മുടി കൊഴിച്ചിൽ മാറ്റാനും ഫംഗസ് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഡാൻഡ്രഫിനെ തുടച്ചു നീക്കാനുമൊക്കെ സഹായിക്കുന്നതാണ്. ഇതെല്ലാം മാറ്റിയിട്ട് മുടി നല്ലപോലെ വേരിൽ നിന്ന് വളർത്തിയെടുക്കാനായിട്ട് നമ്മുടെ ഇൻഡിഗോ പൗഡറിന് സാധിക്കും. ഇവിടെ ഇൻഡിഗോ പൗഡർ എടുക്കുന്നത് 2 ടേബിൾ സ്പൂണാണ് ഇൻഡിഗോ പൗഡർ. പലരും പറയുന്നത് ഇൻഡിഗോ എന്ന് വെച്ചാൽ എന്താണ് മലയാളത്തിൽ പറയാമെന്ന് പറയുന്നുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മീനിങ് അറിയാത്തത് കൊണ്ടാണ് ഇൻഡിഗോ പൗഡർ എന്താണെന്നുള്ളത് പറയാൻ പറ്റാത്തത്. ഞാൻ പഠിച്ച രീതിയിലുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് ഇൻഡിഗോ പൗഡർ എന്ന് മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ ഇൻഡിഗോയുടെ പൗഡർ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഒന്ന് മിക്സ് ആക്കുക. ഓക്കെ, മിക്സ് ആക്കുകയാണ്. ഇൻഡിഗോ പൗഡറും നമ്മുടെ ഹെന്ന പൗഡറും ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടിയും എല്ലാം കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിൽ ഞാൻ ചേർക്കുന്നത് ഷിക്കാക്കി പൗഡറാണ്. ഷിക്കാക്കി പൗഡർ എന്ന് പറയുന്നത് നല്ല ഒരു ഗുണം നമ്മുടെ മുടിക്ക് നൽകുന്നതാണ്. ഷിക്കാക്കി പൗഡർ എന്ന് പറയുന്നത്, ഷിക്കാക്കി പൗഡർ നമുക്ക് ഓൺലൈൻ ത്രൂ മേടിക്കാനായിട്ട് സാധിക്കും. ഈ പറഞ്ഞതെല്ലാം നമ്മൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇപ്പം നമുക്ക് ഉണ്ടാക്കി മുടിയിൽ അപ്ലൈ ചെയ്യാം. മുടിക്ക് നല്ലതാണ്. മുടിയിൽ ഇപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഇത് ചെയ്യുന്നത് കൊണ്ട് അത് മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ എല്ലാ ആഴ്ചയിലും നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ പിന്നെ 1 മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി നല്ലപോലെ വളർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഞാൻ ഇനി ചേർക്കുന്ന ഷിക്കാക്കി പൗഡറാണ്. 1.5 ടേബിൾ സ്പൂൺ ഷിക്കാക്കി പൗഡർ ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ ഷിക്കാക്കി പൗഡർ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഷിക്കാക്കി പൗഡർ അങ്ങനെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കുക. ഇപ്പം നിങ്ങൾക്ക് ലോങ് ഹെയർ ആണെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ അളവ് കൂടുതലായിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പം പറഞ്ഞേക്കുന്നതിൻ്റെ ഓരോന്നിൻ്റെയും അളവ് കൂട്ടിയെടുത്താൽ മതിയാകും. ഇനി ഞാനിവിടെ ചേർക്കുന്നത് നല്ല സ്ട്രോങ് കടിഞ്ചായ ആണ് ചേർക്കുന്നത്. ഓക്കെ, നല്ലതുപോലെ മിക്സ് ആക്കട്ടെ. ഇതിപ്പം നിങ്ങളുടെ തലയോട്ടി തൊട്ട് മുടിയിലും എല്ലാം നല്ലതുപോലെ വന്നിട്ട് തേച്ച് പിടിപ്പിക്കണം. നല്ല പോലെ മുടിക്ക് കേട്ടോ. ഇത് തേച്ചതിന് ശേഷം നിങ്ങൾ ഒരു കാരണവശാലും ഷാമ്പുവോ ഒന്നും ഉപയോഗിക്കരുത്. സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകണം. പിന്നീട് 1 ദിവസത്തേക്ക് എണ്ണ തേക്കാനേ പാടില്ല. പിറ്റേ ദിവസം മാത്രമേ എണ്ണ തേക്കാനായിട്ട് പാടുള്ളൂ. കാരണം 1 ദിവസം മുഴുവൻ നമ്മൾ ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കഴിയതിന് ശേഷം മറ്റുള്ള ഒന്നും തേക്കാതെ വിടുകയാണെങ്കിൽ അത് മുടിയിലോട്ട് നല്ലതുപോലെ പിടിക്കാനായിട്ട് സാധിക്കും. കണ്ടല്ലോ, ഞാൻ മിക്സ് ആക്കട്ടെ. നമ്മളിപ്പം എടുത്ത കടിഞ്ചായയുടെ
അത്രയും നമുക്ക് അര കപ്പ് ഇതുണ്ടോ. ബാക്കി കുറച്ചേ ഉള്ളൂ, അത് അവിടെ ഇരിക്കട്ടെ. അതിന് തേയില കിടക്കുന്നതുകൊണ്ടാണ് എടുക്കാത്തത്. ഓക്കെ, അങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതേ പരുവത്തിൽ, അതായത് താഴെ വീഴാത്ത ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ തയ്യാറാക്കാനായിട്ട്. കണ്ടോ, അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് അരമുറി നാരങ്ങയുടെ നീരാണ്. നാരങ്ങ നീര് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ മുടിയിൽ ആ ഒരു നമ്മുടെ നരയുള്ളിടത്താണെങ്കിലും മുടിയിലെ ഫംഗസ് ഇൻഫെക്ഷൻ ആണെങ്കിലും മുടി കൊഴിച്ചിലിന് ഇടയാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. അതിനെയൊക്കെ മാറ്റാനൊക്കെ ഈ ഒരു നാരങ്ങ നീരിൽ നിന്ന് സാധിക്കും. അപ്പം നരയ്ക്കകത്ത് നമുക്ക് പെട്ടെന്ന് കയറി നമ്മുടെ ഈ ഇട്ടേക്കുന്ന പാക്ക് കയറി പിടിച്ചിട്ട് മുടിയുടെ നരയൊക്കെ മാറ്റാനായിട്ട് എളുപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലെമൺ ജ്യൂസിൽ നിന്ന് സാധിക്കും. ഒരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി ഇത് മിക്സ് ആക്കുക. ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഉടനടി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യണം. പുറത്ത് വെക്കാനായിട്ട് പാടില്ല. കാരണം അത് പെട്ടെന്ന് നമ്മളിപ്പോൾ ലെമൺ ജ്യൂസ് ചേർത്തപ്പോൾ തന്നെ ഒരു രാസപ്രവർത്തനം അവിടെ നടക്കും. ആ രാസപ്രവർത്തനം നമ്മുടെ മുടിയിലാണ് നടക്കേണ്ടത്. പുറത്ത് വെച്ചാൽ അത് തമ്മിൽ രാസപ്രവർത്തനം നടന്നിട്ട് നമ്മുടെ മുടിയിൽ അത് പിടിക്കില്ല. പെട്ടെന്ന് തന്നെ മുടിയിൽ ഇട്ട് കൊടുത്താൽ അവിടെ നമ്മൾ ഇട്ട ഈ ഒരു പാക്കിൻ്റെ എന്തെങ്കിലും ഗുണം നമ്മുടെ മുടിക്ക് കിട്ടുള്ളൂ. എന്തായാലും ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതേ പരുവം ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം. നമ്മളെ മുടിയിലിട്ട താഴോട്ട് ഇങ്ങനെ ആക്കിയാലേ വീഴുള്ളൂ. അത്രയ്ക്ക് നല്ല തിക്കായിട്ടിരിക്കണം, പക്ഷെ എന്നാൽ ലൂസ് ആവാനും പാടില്ല. ഇതാണ് നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്. ഇത് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് നിങ്ങളിപ്പം ഈ ആഴ്ച ഇടുവാണെങ്കിൽ അടുത്ത ആഴ്ച ഇടുക. അങ്ങനെ ആഴ്ചയിൽ ഇട്ട് ഒരു മാസം കൊണ്ട് നിങ്ങൾ ഒരു മാസത്തിൽ എല്ലാ ആഴ്ചയിലും ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുടി ഒന്ന് നോക്ക്. മുടി കൊഴിച്ചിൽ മാറുന്നതും കാണാം, മുടിയിൽ നര മാറുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാം. ഇത് ഒരു ഹെയർ പാക്ക് വിത്ത് ഒരു താളിയാണ്. ഇത് പല ഗുണങ്ങളും നിങ്ങളുടെ മുടിക്ക് കിട്ടും. എന്തായാലും ചെയ്ത് നോക്കൂ. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. പാക്ക് തയ്യാറാക്കുന്നതൊക്കെ കണ്ടല്ലോ. ഈ ഒരു പാക്ക് നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മാറ്റി മുടി നല്ല പോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സലൂണിൽ വന്നേക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഞാനിത് ചെയ്തു കൊടുത്ത കാര്യമാണ്. അവരുടെയൊക്കെ മുടി കൊഴിച്ചിലും ഒക്കെ മാറ്റിയിട്ടുണ്ട്. കാരണം പലർക്കും കെമിക്കൽ പരമായിട്ടുള്ള ഡൈ ഒന്നും ചെയ്യാനായിട്ട് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ മുടി കറുക്കണം, പിന്നെ മുടി കൊഴിച്ചിൽ മാറണം, മുടി നല്ല പോലെ വളരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ അടുക്കൽ ഒട്ടുമിക്ക പേരും വരുന്നത്. അവർക്കൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ട് അവരുടെ മുടി കൊഴിച്ചിൽ മാറുകയും മുടി നല്ലപോലെ വളരുകയും നരയൊക്കെ മാറിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത്. വെറും ഒരു മാസം കൊണ്ട് മാറ്റം കണ്ടെത്താനായിട്ട് സാധിക്കും. തുടർച്ചയായിട്ട് 4 ദിവസം ചെയ്താലും മാറ്റം കിട്ടും. പക്ഷേ എന്നാൽ പലർക്കും ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്താൽ മതി, എല്ലാ പ്രശ്നങ്ങളും മാറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പറമ്പിലൊക്കെ മൈലാഞ്ചി ഇല ഉണ്ടെങ്കിലും ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിലും അത് വെച്ച് ചെയ്താൽ മതി. എനിക്കിവിടെ കിട്ടത്തില്ല. ഞാനിപ്പം നമ്മുടെ നാട്ടിലല്ല നിൽക്കുന്നത്. ഇവിടെ ഒന്നും അതിനുള്ള സൗകര്യങ്ങളൊന്നും ഞാൻ പലയിടത്തും അന്വേഷിച്ച് ചെമ്പരത്തിപ്പൂവിനും മൈലാഞ്ചി ഇലയ്ക്കും ഒക്കെ വേണ്ടി ഒന്നും എനിക്ക് കിട്ടുന്നില്ല. കാരണം ഞാനിപ്പം പലർക്കും ചെയ്തു കൊടുത്തേക്കുന്നതും ഇതുപോലുള്ള പൊടികൾ മേടിച്ചിട്ടാണ് ചെയ്തു കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഷിക്കാക്കി പൗഡറും പിന്നെ ഇൻഡിഗോ പൗഡറും ഒക്കെ ഓൺലൈൻ ത്രൂ മേടിക്കാനായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ നാട്ടിൽ അങ്ങാടി കടകളിലും നമ്മുടെ നാട്ടിലൊക്കെ കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അവിടുന്ന് മേടിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ചെമ്പരത്തിപ്പൂവും മൈലാഞ്ചി ഒന്നും ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. ആ അളവ് തന്നെ കൂടുതലായിട്ട് ഇപ്പം ലോങ് ഹെയർ ഉള്ളവരാണെങ്കിൽ അളവ് കൂട്ടിയെടുത്താൽ മതി. ബാക്കി ഇപ്പോൾ ചെറിയ ഹെയർ ആണ്, നിങ്ങൾക്കിപ്പോൾ നര ഇവിടെ മാത്രമേ ഉള്ളൂ, അവിടെ മാത്രമായിട്ട് അപ്ലൈ ചെയ്താൽ മതിയെങ്കിൽ അവിടെ മാത്രമായിട്ട് അപ്ലൈ ചെയ്താൽ മതി. മുടി മുഴുവനായിട്ട് അപ്ലൈ ചെയ്യണമെന്നില്ല. ഇപ്പോൾ എവിടെയാണോ നിങ്ങൾക്ക് നരയുള്ളത് അവിടെ മാത്രം ചെയ്തെങ്കിൽ അവിടെ മാത്രം ചെയ്താൽ മതി. അളവിനെടുത്താൽ മതിയാകും. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ. വെറും 4 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് 4 ദിവസം ചെയ്യാൻ പറ്റാത്തവർ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ ചെയ്താൽ മതി. എന്തായാലും നല്ല മാറ്റം നിങ്ങൾക്ക് കിട്ടും. മുടി ആദ്യം ഒന്ന് ചുമന്ന് വന്ന് കളർ മാറിയാണ് നര കറുക്കുന്നത്. കാരണം നമ്മുടെ നാച്ചുറൽ കളറ് നശിച്ചു പോയല്ലോ, അതിനെ വീണ്ടെടുക്കുകയാണ് ഈ ഒരു പാക്കിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മുടിക്ക് എന്തൊക്കെ കുറവുണ്ടോ അതിനെയൊക്കെ വീണ്ടെടുക്കുകയാണ് ഈ ഒരു പാക്കിലൂടെ നമ്മൾ ചെയ്യുന്നത്.
പറയുന്നത്. എന്തായാലും ഉറപ്പായിട്ട് നിങ്ങളിത് ചെയ്തു നോക്കൂ. നല്ല പോലെ മാറ്റം നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുക, മനസ്സ് ശാന്തമാക്കുക, ടെൻഷൻ അടിക്കണ്ട. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതോർത്ത് വിഷമിക്കേണ്ട, ഞാൻ ചെറുപ്പത്തിലെ നരച്ചു പോയി എന്നോർത്ത് ആരും ഇനി വിഷമിക്കരുത്. നിങ്ങൾക്കെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പാക്കിലൂടെ സാധിക്കുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. ചെയ്തിട്ട് നല്ല മാറ്റം നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കും, അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.